Welcome to Milma Present Ondannu Ruji, co-powered by Suntips and 916 Cocoa Band Coconut Oil, special partner Amion and our education partner Moonar Catering College. ഇന്നത്തെ പോലെ നമുക്ക് ഇന്നും ഒരു അതിഥിയുണ്ട്. ഇന്നത്തെ അതിഥി വളരെ വളരെ സ്പെഷ്യലാണ്. പാപ്പച്ചനൊളിവിലാണ് എന്ന സിനിമയിലെ നായികയായ ദർശനയാണ് ഇന്നത്തെ അതിഥി. നമുക്ക് സ്വാഗതം ചെയ്യാം. ദർശന, നമസ്കാരം. വീണ്ടും കണ്ടതിൽ സന്തോഷം. ആദ്യ സിനിമയുടെ റിലീസ് നമ്മളുണ്ടായിരുന്നത്, ഇപ്പൊ രണ്ടാമത്തെ സിനിമ അല്ലേ? ആ രണ്ടാമത്തെ സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു ഒന്നൊന്നര രുചിയിൽ വന്നൊരു ചിക്കൻ കറി, അതിന്റെ റെസിപ്പി. ഇത് ചിക്കൻ കറി അല്ലല്ലേ? ഓക്കെ, ഈ കറി ആരുടെ റെസിപ്പിയാണിത്? ഇത് ആക്ച്വലി ഞാൻ എൻ്റെ അമ്മ വീടിന്റെ അടുത്തുള്ള, ഞാൻ ചെറുപ്പത്തിൽ പോകുമ്പോൾ അവിടെ മേരി ആൻറ്റി എന്ന് പറയുന്ന ഒരു ആൻറ്റി ഉണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാറുണ്ട്. അപ്പം ആൻറ്റി ചിക്കൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അവിടുന്ന് റെസിപ്പി എടുത്തുകൊണ്ട് വന്നതാണ് ഞാനിത്. വളരെ സിമ്പിളാണ്. അപ്പം അതാണ്, ആ ചിക്കൻ കറിയാണ് ഞാൻ ഷെഫിന് ഉണ്ടാക്കുന്നത്. ആദ്യ സിനിമയുടെ റിലീസിന് മുമ്പ് നിങ്ങളെ കണ്ടപ്പോൾ അതേ എക്സൈറ്റ്മെന്റ് ഇത് രണ്ടാമത്തെ സിനിമയിലും അതേപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ആ സിനിമയുടെ വിശേഷങ്ങൾ അറിയാം. അതുപോലെ മേരി ചേച്ചിയുടെ, പാലയിലുള്ള മേരി ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഹോം മെയ്ഡ് ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് വരട്ടെ, വിശേഷങ്ങളെല്ലാം അറിയാം. സ്റ്റേ ട്യൂൺ. ദർശന പറഞ്ഞ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എത്തി. ഒരു സിമ്പിൾ നാടൻ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ സംഭവമായിട്ടാണ് പുള്ളിക്കാരി വന്നിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് തുടങ്ങാം. എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ. ഇനി കടുകിടാം. എണ്ണ ചൂടായിക്കോട്ടെ. എണ്ണ എപ്പോഴും ചൂടായിട്ട് കടുകിട്ട കടുക് പൊട്ടണം, ഇടുമ്പോ തന്നെ പൊട്ടണം. ഓക്കെ, എണ്ണ ചൂടായി, കടുക് പൊട്ടിക്കാം. യെസ്, കടുകണ്ട ഇട്ടപ്പോ തന്നെ പൊട്ടിയണ്ട. ഉള്ളിയാണോ? അതെ, ഉള്ളിയാണോ അടുത്ത? പയ്യേട്ടെ. പാചകം ഇഷ്ടമാണോ, അതോ വല്ലപ്പോഴും സമയം കിട്ടാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു ശരിക്കും കുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, അതോ വല്ലപ്പോഴും കുക്ക് ചെയ്യുന്നതിന് ഇഷ്ടമാണോ? എന്താണ്? കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഓർക്കുന്ന, കുക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മള് എല്ലാരും പഠിച്ചൊക്കെ മാറി നിൽക്കും അല്ലേ? അത്യാവശ്യം വന്ന ഒറ്റയ്ക്കൊക്കെ ആണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ ചെയ്യും. അതൊക്കെ ഇട്ടോ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ എടുത്ത് ചിലപ്പോ ഈ ഇടുന്ന അളവ് കുറച്ച്, അത് കൂടിയാലും കുറച്ചാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇഞ്ചി കുറച്ചേ ഞാൻ ഇടുന്നുള്ളൂ. ഈ വെളുത്തുള്ളി, ഇനി ഇത് നന്നായിട്ട്. ഈ മറ്റേ ആദ്യ സിനിമയില് വിശേഷങ്ങൾ, നിങ്ങളിനി പോകാനാത്ത കോളേജില്ല, ചെയ്യാൻ വയ്യാത്ത റീൽസ് ഇല്ല, അതെല്ലാം ചെയ്തു. അപ്പൊ ഒത്തിരി രസകരമായ കഥകളൊക്കെ നമ്മളൊക്കെ കേട്ടാണ് നേരിട്ട് വന്നത്. അപ്പൊ ഈ ഒരു പുതിയ റിലീസ് ആവാൻ പോകുന്ന ചിത്രം പാപ്പച്ചനൊടുവിൽ, അതുപോലൊക്കെ നല്ല പറഞ്ഞാണ് സൈജു ചേട്ടനും സൃന്ദയും ഇവരൊക്കെ നമുക്കും അറിയാവുന്നവരാണ്. അജി ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ, ജോയി ചേട്ടനൊക്കെ ആണെങ്കിൽ സെറ്റൊക്കെ ഭയങ്കര രസകരമായിട്ട് പോകുന്നതാണ്. അപ്പൊ അതിനകത്ത് ദർശനയ്ക്ക് മെമ്മറബിൾ ആയിട്ട് എന്താണ് ഒരു എക്സ്പീരിയൻസ് ഓർമ്മയിരിക്കാൻ? എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് വരുന്നത് സൈജു ചേട്ടന്റെ കൂട്ടത്തിലാണ്. സൈജു ചേട്ടനും അജു ചേട്ടനുമായിരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് അതിലൊരു സോങ് ഉണ്ട്. എന്റെ ഈ സിനിമയിലെ എന്റെ ക്യാരക്ടറിന്റെ പേര് സിസിലിക്കുട്ടി എന്നാണ്. അപ്പൊ അത് സൈജു ചേട്ടന്റെ പാപ്പച്ചന്റെ പണ്ടത്തെ കാമുകിയുടെ, അപ്പൊ ഞങ്ങളുടെ രണ്ടിന്റെ ഒരു സോങ് ഉണ്ട്, 90s ഒരു സോങ് ഉണ്ട്. അപ്പൊ അതിന്റെ ഷൂട്ടും കാര്യങ്ങളും നല്ല മെമ്മറബിൾ ആയിരുന്നു. അത് 2 days. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിനകത്ത് 2 കഥാപാത്രങ്ങൾ, ഇപ്പൊ സൈജു ചേട്ടൻ എന്നൊക്കെ നമുക്കറിയാം, പക്ഷെ വിജയരാഘവൻ, ജഗദീഷ് എന്നൊക്കെ പറഞ്ഞ ആ 2 ആക്ടർ, അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങളില്ലേ, ഓരോ കോമഡി മുതൽ വില്ലൻ മുതൽ ആക്ഷൻ, പോലീസ് ഓഫീസർ, വിജയരാഘവന്റെ ഇങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ കണ്ട, സുരേഷ് ഗോപി കോമ്പിനേഷൻസ് വേറെ, അതുപോലെ ജഗദീഷ് ഏട്ടന്റെ നമുക്ക് പിന്നെ പറയണ്ട, അത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ള സംഭവമുള്ള അവരോടൊക്കെയുള്ള ആ ഒരു എക്സ്പീരിയൻസും, അവര് ആ ഒരു മൂവിയിൽ അവരുമായിട്ടൊക്കെ പാട്ടാവുക എന്നൊക്കെ പറയുന്നത് തന്നെ ഭയങ്കര ഒരു തുടക്കക്കാരെന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ്. തീർച്ചയായിട്ടും. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സീനി മാത്രമേ ഉള്ളൂ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വരുന്നത്. അപ്പൊ ആ സീനില് വിജയരാഘവൻ ചേട്ടനുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിജയരാഘവൻ ചേട്ടന്റെ മാത്തച്ഛൻ എന്ന് പറയുന്ന ആളുടെ കഥ കൂടിയാണ് ഈ സിനിമ. പാപ്പച്ചൻ എന്ന ടൈറ്റിൽ റോൾ ഉണ്ടെങ്കിലും മാത്തച്ഛൻ ഒരു വേട്ടക്കാരനായിരുന്നു. അപ്പം പാപ്പച്ചൻ മാത്തച്ഛനെ അച്ഛനെ പോലെ ആകാൻ ശ്രമിക്കുന്ന ആളാ, പക്ഷെ അത് അത്ര ആകുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ആ കഥ പോകുന്നത്. പിന്നെ ജഗദീഷ് ചേട്ടനുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇത്രയും ഭയങ്കര ഇത്രയും സീനിയർ ആണ്, പക്ഷെ വെരി ഡൗൺ ടു എർത്ത്. സൂപ്പർ സീനിയർ. അയ്യോ, സൂപ്പർ സീനിയർ. സൂപ്പർ സീനിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്. ഇനി തക്കാളി ഇടാം. മസാലകൾ പിന്നാണ് ഇടുന്നത്.
ഒരു പാലക്കാരിയാണ്. പാല എന്ന് പറഞ്ഞാൽ ഒരു വിശേഷം എന്ന് വെച്ചാൽ മെയിനായിട്ട് അവിടുത്തെ ഭക്ഷണമാണ്. ഏറ്റവും കൂടുതൽ കോട്ടയത്തെ ഫുഡെന്ന് പറഞ്ഞാലും പാലയിലെന്ന് പറയുമ്പോൾ പാലയ്ക്ക് പലതായ ഒരു രീതിയിൽ പ്രത്യേകിച്ച് മീറ്റ് വിഭവങ്ങൾ ഒക്കെ അവിടെ ഒരു നിർബന്ധം, മീൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? എനിക്ക് കപ്പയൊക്കെ ഇഷ്ടം. കപ്പ സത്യം. ഈ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഭക്ഷണമൊക്കെ ആയിട്ട് വരുമ്പോൾ എന്താണ് അതിന്റെ വ്യത്യാസം? ലൊക്കേഷനിൽ സാധാരണ പോകുമ്പോൾ നമ്മൾ കുറച്ചേ കഴിക്കാറുള്ളൂ. നമ്മൾ കുറെ നാള് ഷൂട്ടൊക്കെ കാണുമല്ലോ, അപ്പം ലൈറ്റ് ആയിട്ടൊക്കെ കഴിക്കാറുള്ളൂ. കുറച്ച് ഹെൽത്തി, കുറച്ച് സാലഡൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ കഴിക്കാറുള്ളത്. മസാല ഇടാം. മസാല ഇതിൻ്റെ കൂടെ ചേർന്ന് സാർ ആദ്യം നമുക്ക് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അതൊരു ടീസ്പൂൺ. ഇനി മുളക് പൊടി കുറച്ച് ഇടുന്നുള്ളൂ, കാരണം മുളക് ഓൾറെഡി ഇട്ടല്ലോ. പിന്നെ മഞ്ഞപ്പൊടി. നമ്മള് ചില സമയത്ത് പച്ചക്കുരുമുളക്. അതെ അതെ. ചിക്കൻ സാർ ഇനി കുറച്ച് ഉപ്പ് ഉപ്പിട്ട് ചിക്കൻ ഇട്ട് വയറ്റി എടുക്കാം. പിന്നീട് നന്നായിട്ട് പെരട്ടി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചു. ഈ പാപ്പച്ചന്റെ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഓഡിയൻസിന് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്, അതിനെ കുറിച്ച് ദർശനയ്ക്ക് പറയാനുള്ളത്? പാപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫാമിലി മൂവി തന്നെയാണ്. ഫാമിലിക്ക് മാത്രമല്ല, എല്ലാ ജനറേഷനും കാണാൻ പറ്റും. ഇതൊരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ്, ഒരു കോമഡി മൂവി എന്ന് വേണേ പറയാം. അതിന്റെ അതായത് പാപ്പച്ചന്റെ കഥ ആദ്യം കേട്ടപ്പം നമുക്ക് ഓരോ ചെറിയ ചെറിയ സീൻസ് ഒക്കെ കേട്ട് നമുക്ക് വീണ്ടും ചിരിക്കാൻ തോന്നുന്നു. അപ്പൊ അത് സ്ക്രീനിൽ വരുമ്പോ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഷൂട്ടിംഗ് കോതമംഗലത്തായിരുന്നു. ഇതൊരു മലയോര പ്രദേശത്ത് സംഭവിക്കുന്ന കഥയാണ്. അപ്പം അവിടെയായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ. അപ്പൊ ഒരു ആദ്യത്തെ സിനിമ തന്നെ ഒരു ഏറ്റവും മലയാളത്തിലെ ഒരു പ്രഗത്ഭനായ, അല്ലെങ്കിൽ മലയാളത്തിൽ ഒരുപാട് 10-30ഓളം മികച്ച, അതും പല സൂപ്പർ ഹിറ്റുകളും ചെയ്ത ഒരു ഡയറക്ടറെ കീഴിൽ വന്ന ഒരാളാണ്. അപ്പൊ അത് കഴിഞ്ഞ് മറ്റ് ഡയറക്ടേഴ്സ് എടുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ടാണോ തോന്നുന്നത്? കാരണം ആദ്യം തന്നെ വലിയൊരു ശിക്ഷണത്തിൽ നിന്ന്. അതെ അതെ, ഭയങ്കര ഈസിയാണ്. ആണല്ലേ? ഈസിയാണ്, എല്ലാ കാര്യത്തിലും ഈസിയാണ്. പിന്നെ കഥാപാത്രത്തിന് ഇപ്പം ഈ കഥകളിലെ എനിക്ക് ഈ ഡയറക്ടർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ആ ഒരു ക്യാരക്ടറിനെ ഇതിലോട്ട് സ്ക്രീനിലോട്ട് കൊണ്ടുവരുന്നതിന് അവർ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് ഒരു ആക്ടർക്ക് വേണ്ട ഡിസിപ്ലിനും അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അവിടുന്ന് പഠിച്ചിട്ട് വന്നുകൊണ്ട് കുറച്ച് എളുപ്പമായി. ഈ സിനിമയിലെ ഡയറക്ടറിന്റെ ഡെബ്യൂ മൂവിയാണ് പാപ്പച്ചൻ. പാപ്പച്ചൻ അദ്ദേഹത്തിന്റെ തന്നെ നാട്ടിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സിൻഡോ സണ്ണി എന്നാണ് ഡയറക്ടറുടെ പേര്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന വിഷ്വൽസ് ഭയങ്കര വിഷ്വലി റിച്ച് ആണ് ഈ മൂവി. ഈ മലമ്പ്രദേശവും ഗ്രാമത്തിന്റെ എല്ലാം ഭംഗിയും, പിന്നെ ആ പാട്ട്, ഞങ്ങളുടെ പാട്ടിനും നല്ല അപ്രിസിയേഷൻ വന്നിരുന്നു വിഷ്വൽസിന്. അപ്പൊ അത് വിഷ്വൽസ് ശ്രീജിത്ത് നായരാണ്. അപ്പം അങ്ങനെ അവരെയും കൂടെ. ബാക്കിയുള്ള ടെക്നീഷ്യൻസ് മേജർ ആയിട്ടുള്ള മൊത്തം ഇതിന്റെ ഔസേപ്പച്ചൻ സാറാണ് മ്യൂസിക്. അതൊരു ഭാഗ്യം വന്നു നമുക്ക്. ആദ്യത്തെ പടത്തിലെ വിദ്യാസാഗർ സാർ, വിദ്യാജി ആയിരുന്നു. പിന്നെ ഔസേപ്പച്ചൻ സാർ. ഞങ്ങളുടെ ആ സോങ് MG സാറും സുജാത മാമുമാണ് പാടിയത്. നമുക്ക് ഗരം മസാല ഇടാൻ സമയമായി. ചാറൊക്കെ കുറുകി. അങ്ങനെ പാലയിലെ മേരി ആൻറ്റിയുടെ ഹോം മെയ്ഡ് അല്ലെങ്കിൽ ഹോം ചിക്കൻ കറിയുടെ റെസിപ്പി ദർശന വഴി എത്തി നമ്മുടെ കയ്യിൽ ഇങ്ങനെ എത്തി റെഡി ആയിട്ടിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്യാൻ സമയമായി. എൻ്റെ നിറം കാണുമ്പോൾ തന്നെ ഏതൊരാളും കൊതിച്ചു പോകും. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ദോശയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ, ഒരുപാട് ചാറില്ല, കുറുകിയ പെരണ്ട് ടെക്സ്ചറായിട്ടുള്ള ചിക്കൻ ഡയറക്റ്റ്ലി ഇതിനകത്ത് തന്നെ ഇട്ട് കുക്ക് ചെയ്തു. ഒരല്പം വെള്ളം, നന്നായിട്ട് മസാലയൊക്കെ ഇട്ട് റോസ്റ്റ് ചെയ്ത് പെരട്ടി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ച് ചാറ് കുറുകി വറ്റി വരണ്ടിരിക്കുന്ന പരുവം. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ ഡയലോഗൊന്നുമില്ല, ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വീട്ടിലുണ്ടാക്കുന്ന അടിപൊളി ചിക്കൻ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. താങ്ക് യു ദർശന, അമേസിങ്
കാരണം എനിക്ക് കോൺഫിഡൻസ് വന്നു ഇനി കുക്ക് ചെയ്യാനുള്ള. ഉറപ്പായിട്ടും കുക്ക് ചെയ്യണം. ഇതുപോലൊക്കെ സമയം കിട്ടുമ്പോൾ ഫ്രണ്ട്സൊക്കെ വരും. എന്തായാലും സിനിമയിലൊക്കെ ഉള്ളപ്പോൾ ഇനി ബിസിയൊക്കെ ആകുമ്പോൾ വല്ലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കുക്കൊക്കെ ചെയ്ത് അവരൊക്കെ കൊടുക്കുകയും വേണം. എന്തായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പോകുന്നതിന് ആദ്യം ഒരു സമ്മാനമുണ്ട്. 916 കൊക്കോ ബ്രാൻഡിൻ്റെ ഒരു ഗിഫ്റ്റാണ്. അതുകൂടാണ്ട് അമിയോൻ്റെ ഒരു ഹാൻഡ് ബ്ലെൻഡറാണ്. നിങ്ങൾക്ക് ഇനി കേക്കോ പേസ്ട്രിയോ ഒക്കെ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ വിസ്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൂടാണ്ട് പാപ്പച്ചൻ ഒളിവിലാണെന്നൊരു സിനിമ, സോളമൻ്റെ തേനീച്ചകൾ കഴിഞ്ഞ് വേറെ 2 സിനിമകൾ ഇനി റിലീസാവാനായിട്ടിരിക്കുന്നു. അപ്പോൾ അതിന് എല്ലാവർക്കും അതിനകത്ത് ഉള്ള ഒരുപാട് നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങളുള്ള ഒരു നവാഗതനായ സംവിധായകൻ്റെ സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് ഉള്ള എല്ലാ വിജയങ്ങളും നേരുന്നു. അതുപോലെ ദർശനെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ ഒരുപാടെണ്ണം ഭാവിയിലെത്തട്ടെ. ഒരുപാട് ഒരു കലാകാരി എന്ന നിലയിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ആഗ്രഹിച്ച എല്ലാ സംഭവങ്ങളും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരോട് 2 വാക്ക് പറയാം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഫസ്റ്റ് മൂവിയുടെ പ്രൊമോഷന് ഞാൻ ഷെഫിന്റെ അടുത്ത് വന്നു, സെക്കൻഡ് മൂവിയുടെയും പ്രൊമോഷന് ഷെഫിന്റെ അടുത്ത്. ഇനി നമുക്ക് തേർഡ് മൂവി അവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അപ്പം എൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഫസ്റ്റ് മൂവി പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ് ഇതെങ്ങനെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവരും കുടുംബത്തോടൊപ്പം പാപ്പച്ചൻ ഒളിവിലാണ് തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു. തീർച്ചയായിട്ടും ഇതേ പറഞ്ഞ കേട്ടല്ലോ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടും പുറത്തെ കലാകാരികളുടെ സിനിമയാണ്. കുടുംബമായിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്തവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമസ്കാരം കൂട്ടുകാരെ. 16 എപ്പിസോഡായിട്ട് തുടങ്ങിയ ഒന്നൊന്നോ രുചി ഇന്ന് 1 വർഷമായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്നറിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായിട്ട് നമ്മുടെ കൂടെ നിന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂന്നാർ കാറ്ററിംഗ് കോളേജ്. അപ്പോൾ മൂന്നാർ കാറ്ററിംഗ് കോളേജിൻ്റെയും മൗണ്ട് റോയൽ കോളേജിൻ്റെയും ചെയർമാനായ ടിസൻ ജെ തച്ചങ്കരി സാറ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം, അദ്ദേഹത്തിൻ്റെ കുറേ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ടിസൻ സാർ നമസ്കാരം. ഞാനൊരു ഷെഫാണ്, 30 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ ഒരു മേഖലയിലെത്തി കുറേ നാൾ കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പോലും അറിഞ്ഞത്. 39 ഇയേഴ്സായിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം വന്ന് കൊണ്ടുവരണം, അതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലെവലിൽ ഈ ഒരു പ്രൊഫഷനെ അല്ലെങ്കിൽ നല്ലൊരു അതിഥി സൽക്കാര മേഖലയിൽ കുറേ പ്രൊഫഷണലുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഉദ്ദേശിച്ചിട്ട് വലിയൊരു ക്യാമ്പസ്. ഇപ്പോൾ ഒക്കെ നമുക്കറിയാം കോളേജൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ മൂന്നാർ പോലെ വളരെ കേരളത്തിലെ ഏറ്റവും ഭംഗിയായ ഒരു സ്ഥലത്ത് വലിയൊരു ക്യാമ്പസ് സെറ്റ് ചെയ്ത് ഒരു വിഷണറി എന്ന നിലയിൽ സാർ എന്ത് പറയുന്നു, എങ്ങനെയാണ് ആ ഒരു തോട്ട് പ്രോസസ്സിലെത്തി ഇത്രയും വർഷം മുമ്പ് തന്നെ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വരണം എന്നുള്ളത്? I am the founder, chairman of this institution when I was 21 years old. Basically, I am an engineer in electronics and telecommunication. ആദ്യമേ ഹോട്ടൽ മാനേജ്മെൻറ്റും എഞ്ചിനീയറിംഗ് കോഴ്സസും പിന്നെ ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സുമാണ് തുടങ്ങിയത്. പക്ഷെ എനിക്ക് മനസ്സിലായി ഈ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഭയങ്കര സാധ്യതകളുണ്ട്, അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അത് കുറേ കഴിഞ്ഞ് നമ്മൾ വലിയൊരു ക്യാമ്പസ് മൂന്നാറിലുണ്ടാക്കി. ആ മൂന്നാറിലേക്ക് മാറി. അവിടെ തന്നെ മൂന്നാർ കേറ്ററിംഗ് കോളേജ് കൂടാണ്ട് മൗണ്ട് റോയൽ കോളേജ്, അത് MG യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയാണ് പല പല കോഴ്സുകൾ നമുക്കുണ്ട്. മൂന്നാർ കേറ്ററിംഗ് കോളേജ് ട്രൂലി ഇൻ്റർനാഷണൽ, എൻ്റെ വോയിസ് ഓവർ അത് ട്രൂലി ഇൻ്റർനാഷണൽ ആക്കിയത് വി ഹാവ് ലോട്ട് ഓഫ് അക്കാഡമിക് കൊളാബറേഷൻസ്. ഇപ്പോൾ തന്നെ റോയൽ റോഡ് യൂണിവേഴ്സിറ്റി കാനഡയായിട്ട് ഒരു അക്കാഡമിക് കൊളാബറേഷനുണ്ട്. അത് 2 വർഷം നമ്മളോട് പഠിക്കുക, ബാക്കി 2 വർഷം റോയൽ റോഡ് യൂണിവേഴ്സിറ്റി പഠിക്കുക. യു വിൽ ഗെറ്റ് 4 ഇയർ കനേഡിയൻ ഡിഗ്രി പ്ലസ് 3 ഇയർ വർക്ക് പെർമിറ്റ്. അതുകൂടാണ്ട് നമ്മുടെ അടുത്ത് 2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വിറ്റ്സർലൻഡുമായിട്ടുള്ള കൊളാബറേഷനാണ്, HTMI സ്വിറ്റ്സർലൻഡ്. നമ്മുടെ അടുത്ത് 2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ HTMI സ്വിറ്റ്സർലൻഡിൻ്റെ ഹയർ ഡിപ്ലോമ കിട്ടും. അത് കഴിഞ്ഞിട്ട് 6 മാസം സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് അക്കാഡമിക്കും 6 മാസം പ്രാക്ടിക്കലും ചെയ്ത് കഴിഞ്ഞാൽ HTMI സ്വിറ്റ്സർലൻഡിൻ്റെ ഡിഗ്രിയും ആൾസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ BSc ഹോണേഴ്സ് ഡിഗ്രിയും ഡ്യുവൽ ഡിഗ്രി കിട്ടും. അതിനെല്ലാം ഉപരി ഒരുപക്ഷെ ഈ വേദിയിൽ വെച്ചായിരിക്കും ഞാനിപ്പോൾ ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത്, ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് കൊളാബറേഷൻ ഞങ്ങളൊരു UK യൂണിവേഴ്സിറ്റിയായിട്ട് UK കോളേജുമായിട്ട് ചെയ്തു. ഈ അക്കാഡമിക്കിൽ തന്നെ അഡ്മിഷൻ തുടങ്ങുകയാണ്. അതനുസരിച്ച് അത് SQA അപ്രൂവ്ഡ് ആണ്. SQA അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം, ഏത് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പോയി പഠിക്കാം. അപ്പോൾ അവർ നമ്മുടെ SQA നമ്മുടെ മൂന്നാർ കേറ്ററിംഗ് കോളേജിനെ അവരുടെ ക്യാമ്പസായിട്ട് അംഗീകരിച്ചു.
എന്നിട്ട് മൂന്നാർ കേറ്ററിംഗ് കോളേജിൽ വെച്ച് ഈ പ്രോഗ്രാം അവർ ഓഫർ ചെയ്യുന്നു. പിന്നെ സിറ്റി കോളേജ് ആണ് ഓഫർ ചെയ്യുന്നത് UK-യിൽ നിന്ന്. ഇപ്പം നമ്മുടെ അടുത്ത് 2 വർഷവും അവിടെ 1 വർഷവും പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി 1 വർഷം പഠിക്കുന്ന പൈസ ആകത്തുള്ളൂ ഈ 3 വർഷത്തെ കോച്ചിങ്. അടുത്ത ഒരു 10 വർഷത്തേക്ക് പ്രത്യേകിച്ച് മലയാളികൾക്കായിട്ടുള്ള കേരളത്തിലുള്ള കുട്ടികൾക്ക് ഈ ഒരു മേഖലയിൽ എന്തൊക്കെ തൊഴിൽ സാധ്യതകളാണ്, എന്തൊക്കെയാണ് ഒരു നേട്ടം എന്നുള്ളത്? ഷെഫിനെ അറിയായിരിക്കുമല്ലോ, എവറി 2.5 seconds there is a vacancy created in hospitality industry somewhere in the world. കേരളത്തിൽ മാത്രം 3 5-നക്ഷത്ര ഹോട്ടലുണ്ടായിരുന്നു. അതായത് ITDCയുടെ അശോകയും താജ് മലബാർ, അങ്ങനെ 2 ഹോട്ടലുണ്ടായിരുന്നിടത്താണ് ഇപ്പം 46 5-നക്ഷത്ര ഹോട്ടലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ട് കേരളം എടുത്തത്. അപ്പോൾ ഈ 5 സ്റ്റാർ കാറ്റഗറിയിൽ മാത്രം കേരളത്തിൽ 46, പിന്നെ എണ്ണിയാലൊടുങ്ങാത്ത 4 സ്റ്റാർ ഹോട്ടൽസും റിസോർട്ട്സും 3 സ്റ്റാറൊക്കെ ഉള്ള കേരളത്തിൽ മാത്രം ഇത്രമാത്രം തൊഴിൽ സാധ്യതകൾ. അപ്പോൾ ഈ ഒരു മേഖലയിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഹോട്ടൽ ബ്രാൻഡ്സിലും ക്രൂയിസ് ലൈനിലും ഒക്കെ മലയാളികളായ പ്രൊഫഷണൽസാണ് ഈ ഒരു മേഖലയിൽ ആധിപത്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേർ ജോലി ചെയ്യുന്നതെന്നറിയാം. അപ്പോൾ ആ ഒരു മേഖലയിൽ ഇനിയും സാറ് നേരത്തെ പറഞ്ഞ പോലെ നിരവധി തൊഴിലവസരങ്ങളാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ വരട്ടെ. ഈ ഒരു മേഖല ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ മലയാളികളുടെ കയ്യൊപ്പ് പതിയാൻ ഒരു കാരണമായിരിക്കുന്ന മൂന്നാർ കാറ്ററിംഗ് കോളേജിന് നമ്മുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇന്നൊരു വീണ്ടും സിമ്പിൾ റെസിപ്പിയാണ്. വാഴക്കൂമ്പും കൂന്തലും കിട്ടുള്ള ഒരു പൊരിയലാണ്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ വാഴക്കൂമ്പിൻ്റെ തോരൻ ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ സ്ക്വിഡ് വെച്ചിട്ട് പലതരം റെസിപ്പിയുണ്ട്, അല്ലെങ്കിൽ സ്ക്വിഡിൻ്റെ പൊരിയലുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊരു രുചികരമായിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പം വാഴക്കൂമ്പ് പൊടിയായിട്ട് അരിഞ്ഞു വെക്കണം. അതുപോലെ അതിന് വേണ്ടിയിട്ട് സ്ക്വിഡ് നമ്മൾ വേണമെങ്കിൽ ഒന്ന് മറിനേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്വാദ് കിട്ടും. അപ്പോൾ അത് മറിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം കുറച്ച് നോർമൽ ഓയിൽ, ലേശം നോർമൽ ഓയിലിൽ കുരുമുളക് പൊടി, ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. കൂന്തൽ, അതായത് സ്ക്വിഡ് ചെറുതായിട്ട് റിങ്സ് പോലെ കട്ട് ചെയ്തു ഇതിലേക്ക് മറിനേറ്റ് ചെയ്ത് വെച്ചു. ഇത് മറിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇനി തോരനുള്ളൊരു അരപ്പിന് തേങ്ങയും ലേശം ജീരകം, കുറച്ച് കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 4 ചുമന്നുള്ളി ഇട്ട് വെള്ളം തൊടാതെ ചതച്ചെടുക്കണം. ഒരു തോരൻ്റെ പരുവത്, സാധാരണ അവിയലിനൊക്കെ അരയ്ക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ഒരു ക്രഷായിട്ട് അരപ്പ് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ചൂടാകുമ്പോൾ കടുകിടുന്നു. ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ഇതിന് ടേസ്റ്റ് കിട്ടാനായിട്ട് സവാളയെക്കാട്ടി കൂടുതലും ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞിടുന്നു. എരിവിനാവശ്യമായ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അത്യാവശ്യം വാടി വരുന്ന സമയത്ത് പൊടിയായിട്ട് അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കണം. ഇത് എണ്ണയിലൊരു 4-5 മിനിറ്റ് ചെറുതായിട്ട് സോട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് മൂടി വെച്ച് ആവിയിൽ ഇത് വേവുന്ന സമയത്ത് സ്ക്വിഡ് നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണയിൽ ഗ്രില്ല് ചെയ്തെടുക്കണം. പാൻ ചൂടായി, നമുക്കിനി സ്ക്വിഡ് ഗ്രില്ല് ചെയ്യാം. എന്നിട്ട് തട്ടിക്കൂട്ടി ആവിയിൽ ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അടച്ചു വയ്ക്കുന്നു. ഇത് സ്റ്റീമിൽ വേവുന്ന സമയത്ത് സ്ക്വിഡ് ഇതിനകത്ത് ഫ്രൈ ആവും. ഇതിൻ്റെ സ്ക്വിഡും ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ അരപ്പിട്ട് വീണ്ടും ദമ്മടിച്ച് മൂടി വെച്ചിട്ടാണ് ഈ തോരൻ റെഡിയാക്കുക. ഇതിലും ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. സ്ക്വിഡ് വേവുന്നത് തന്നെ സ്ക്വിഡിലെ ഈ കൂന്തലിനകത്തുള്ള ജലാംശം മുഴുവനും വരും. അപ്പോൾ നമുക്ക് കാണാം. പിന്നെ ഇത് വേവുന്നതനുസരിച്ച് ഇതിൻ്റെ വെള്ളം ഇറങ്ങി വരും. ഈ വെള്ളമാണ് ഇതിൻ്റെ ഒരു മൊത്തം ഫ്ലേവറിനാകുക. ഇതിൻ്റെ സ്റ്റോക്ക് തന്നെ നമ്മൾ ഈ തോരനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
സ്ക്വിഡിൻ്റെ ഫ്ലേവറോട് കൂടി തന്നെ വാഴക്കൊമ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കും. ഇതിലേക്ക് തേങ്ങയും ജീരകവും കുരുമുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടി ചെറിയ ഉള്ളി ചേർത്ത് വെള്ളം തൊടാതെ ചതച്ച അരപ്പ് ചേർക്കുന്നു. നടുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഗ്രില്ല് ചെയ്ത ഓൾറെഡി ഒരു ഹാഫ് കുക്കായ സ്ക്വിഡാണ്. അത് കറക്റ്റായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇത് നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. വാഴക്കൊമ്പിന് മേലെ തേങ്ങയുടെ അരപ്പ്, അതിൻ്റെ മുകളിൽ ഗ്രില്ല് ചെയ്ത സ്ക്വിഡ്. 2 മിനിറ്റ് ഇത് അടച്ചു വെച്ച് ആവി കയറിയാൽ നമ്മുടെ സ്ക്വിഡ് ആൻഡ് ബനാന ബ്ലോസം പൊരിയൽ റെഡിയാവും. ഇത് 2 മിനിറ്റായി. നമുക്കിനി തുറന്നു നോക്കാം. വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വെച്ചിട്ട് ചോറിൻ്റെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് മാറാം. ഡ്രൈ ആയി കഴിഞ്ഞാൽ പൊരിയൽ പരുവത്തിൽ നമുക്കെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി ട്രൈ ചെയ്യുക. സ്ക്വിഡ് ആൻഡ് ബനാന ബ്ലോസം പൊരിയൽ.